minus mu by sigma whole square അതിൻ്റെ സമ്മേഷൻ ഫോളോ ചെയ്യുന്ന കൈ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. ഇനി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എസ് സ്ക്വയർ സാമ്പിൾ വേരിയൻസിൻ്റെ ലെറ്റ് S1, x2, etc. xn be a random sample drawn from a normal population n mu sigma square. Let x bar be the sample mean and S square be its variance. We can consider the random observation as independent and normally distributed random variable with mean mu and variance sigma square. നമ്മൾ നോർമലിനാണ് എല്ലാം എടുക്കുന്നത് സാമ്പിളൊക്കെ. അപ്പോൾ എക്സ് ഐ ഫോളോ എൻ മ്യൂ സിഗ്മ സ്ക്വയർ ആണ്. അങ്ങനെയാണ് എക്സ് ഐ മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് വെച്ചാൽ എക്സ് ഐനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പം ഫോളോ ചെയ്യുന്നത് N01 ആണ് സ്റ്റാൻഡേർഡ് നോർമൽ. അതിൻ്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ സ്ക്വയർ ആണ് കൈ സ്ക്വയർ വിത്ത് 1 degrees ഓഫ് ഫ്രീഡം. ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് നോർമൽസിൻ്റെ സമ്മാണ് എന്താ സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ ആണ് കൈ സ്ക്വയർ വിത്ത് n degrees ഓഫ് ഫ്രീഡം ബൈ അഡിറ്റീവ് പ്രോപ്പർട്ടി. ഓൾസോ വി നോ ദാറ്റ് എക്സ് ബാർ ഫോളോ എൻ മ്യൂ സിഗ്മ ബൈ റൂട്ട് n. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എക്സ് ബാർ ഫോളോ എൻ മ്യൂ സിഗ്മ ബൈ റൂട്ട് n നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എക്സ് സിഗ്മ ബൈ റൂട്ട് n ഫോളോ N01. എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n ഓൾ സ്ക്വയർ ഫോളോ ചെയ്യുന്നത് കാരണം എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n ഫോളോ N01 ആണ്. ജസ്റ്റ് സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ കൈ സ്ക്വയർ വിത്ത് 1 degrees ഓഫ് ഫ്രീഡം. ഇനി ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ എടുക്കുന്നൊരു ക്വാണ്ടിറ്റിയാണ് സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ഐ മൈനസ് മ്യൂ ഓൾ സ്ക്വയർ. എന്നിട്ട് നമ്മൾ ഈ എക്സ് ഐ മൈനസ് മ്യൂ ഓൾ സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒരു എക്സ് ബാർ ആഡ് ചെയ്യും, ഒരു എക്സ് ബാർ സബ്ട്രാക്ട് ചെയ്യും. എന്നുവെച്ചാൽ സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ പ്ലസ് എക്സ് ബാർ മൈനസ് മ്യൂ ഓൾ സ്ക്വയർ. എന്ന് വെച്ചാൽ നമ്മൾ എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഫോമിൽ എക്സ്പാൻഡ് ചെയ്യും. സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ പ്ലസ് സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ബാർ മൈനസ് മ്യൂ ഓൾ സ്ക്വയർ. നമുക്കറിയാം ഇവിടെ ഈ എന്താ മിഡിൽ ക്വാണ്ടിറ്റി ഇല്ലേ 2 ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ ഇൻറ്റു സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മൾ ആ സമ്മേഷന് ഉള്ളിലോട്ട് എടുക്കുമ്പം എക്സ് ബാർ മൈനസ് എക്സ് ബാർ എന്ന് കിട്ടും. അത് 0 ആണ്. അപ്പം ആ മിഡിൽ ക്വാണ്ടിറ്റി 0 ആയിട്ട് പോകും. ബാക്കി എന്തുണ്ട് സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് NS സ്ക്വയർ ആണ്. എസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് 1/n സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് NS സ്ക്വയർ ആണ്. മിഡിൽ ടേം 0. അടുത്ത ടൈം എന്താണ് അതെന്ന് പറഞ്ഞാൽ n ഇൻറ്റു n ടൈംസ് എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും റൈറ്റ് ഹാൻഡ് സൈഡിനെയും ഒരു സിഗ്മ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്തുവരും സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ഐ മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ ഈക്വൽ ടു NS സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ പ്ലസ് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n ഹോൾ സ്ക്വയർ ബൈ ഡിവൈഡിങ് ഈച്ച് ടേം ബൈ സിഗ്മ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്കറിയാം ഈ ലെഫ്റ്റ് ക്വാണ്ടിറ്റി സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ഐ മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ വിത്ത് n degrees ഓഫ് ഫ്രീഡം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈക്വൽ ടു NS സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ. പിന്നെ ഇവിടെ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n ഓൾ സ്ക്വയർ ഫോളോ ചെയ്യുന്നത് പ്ലസ് കൈ സ്ക്വയർ 1 degrees ഓഫ് ഫ്രീഡം ആണ്. നമ്മൾ അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൈ സ്ക്വയർ വിത്ത് n degrees ഓഫ് ഫ്രീഡം. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് സെക്കൻഡ് ടേം കൈ സ്ക്വയർ വിത്ത് 1 degrees ഓഫ് ഫ്രീഡം ആണ്. സോ NS സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ വിത്ത് n-1 degrees ഓഫ് ഫ്രീഡം ആണ്. NS സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ വിത്ത് n-1 degrees ഓഫ് ഫ്രീഡം. അപ്പോൾ നമ്മളുടെ NS സ്ക്വയറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതും? നിങ്ങൾക്കറിയാം കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം, ഇന്നലെ പഠിച്ചു. അപ്പോൾ ആ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിൽ എന്നിന് പകരം n-1ഉം കൈ സ്ക്വയറിന് പകരം NS സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടും. NS സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറിന് ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടും. നമുക്ക് പക്ഷേ ആക്ച്വലി എന്താ വേണ്ടത് S സ്ക്വയറിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഒരു ട്രാൻസ്മിഷൻ കൊടുക്കുകയാണ് u ഈക്വൽ ടു NS സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ. അങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തൊരു du ബൈ ds സ്ക്വയർ ഈക്വൽ ടു n ബൈ സിഗ്മ സ്ക്വയർ. അപ്പോൾ f ഓഫ് x സ്ക്വയർ എന്ന് പറയുന്നത് f ഓഫ് u ഇൻറ്റു മോഡുലസ് ഓഫ് du ബൈ മോഡുലസ് നല്ല ജക്കോബിയൻ എന്നാണ് പറയാം. അത് നിങ്ങൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ മാത്രം പഠിച്ചാൽ മതി. അങ്ങനെ കിട്ടിയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എഫ് ഓഫ് എസ് സ്ക്വയർ നമുക്ക് കിട്ടുന്നത് n/2 സിഗ്മ സ്ക്വയർ ഓൾ പവർ n-1/2 ഗാമ n/2 n-1/2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് NS സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ എസ് സ്ക്വയർ ഓൾ പവർ n-1/2 -1 ആണ്. ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ n-1/n സിഗ്മ സ്ക്വയറും വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ 2 ഇൻറ്റു n-1/n സ്ക്വയർ ഇൻറ്റു സിഗ്മ റൈസ് ടു 4. ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റുഡൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സെൻട്രൽ ലിമിറ്റ് തിയറം ഇഫ് എ സാമ്പിൾ
Simple random samples of size n are taken from a population whose mean and standard deviation are mu and sigma. Then the sample mean x bar will be standard normally with the mean mu and standard error sigma by root n. നമ്മൾ പറഞ്ഞ കാര്യമാണ് എക്സ് ബാർ സാമ്പിൾ മീൻ ഫോളോ ചെയ്യുന്നത് എന്താണ് നോർമൽ വിത്ത് മീൻ മ്യൂ വേരിയൻസ് സിഗ്മ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട് n ആണ്. അപ്പോൾ നമ്മൾ സെഡ് എടുക്കുകയാണ്, എക്സ് ബാറിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് നോർമലാണ്. When the population standard deviation sigma is not known and S is the sample standard deviation, then statistic. നമുക്ക് സിഗ്മ എന്ന് പറയുന്ന പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ല. അപ്പോൾ നമ്മളിവിടെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് കൊടുക്കും. ഇത് ഫോളോ ചെയ്യുന്ന N01 ആണ്. പ്രൊവൈഡഡ് n the size of the sample is sufficiently large, but in the case of small samples the distribution of Z will not be approximately normal. We cannot therefore obtain a value of Z for a desired level of confidence from the table of areas under a standard normal curve. The distribution of a statistic in such cases is known as Student-T distribution. അപ്പോൾ ഇങ്ങനെയുള്ള ഈ എസ് ഡി ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ടൻ്റെ എന്താണ് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ സ്റ്റുഡൻസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനാണ് അവിടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ടി അസ്യൂമിങ് വാല്യൂസ് ഫ്രം -∞ to ∞ വിത്ത് PDF given by അപ്പോൾ സ്റ്റുഡൻസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനാണ് അവിടെ കൊടുത്തേക്കുന്നത്. If the random variable Z definition of T statistic ആണ്. If the random variable Z follow N01 and Y follow chi-square with n, and if Z and Y are independent, then Z by root of Y by n എന്ന് പറയുന്നതും T statistic ആണ്. പിന്നെ ഈ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ടി ഡിസ്ട്രിബ്യൂഷൻ അത് നിങ്ങൾ പഠിക്കാം, ഡെൻസിറ്റി ഫംഗ്ഷൻ പഠിക്കാം, പിന്നെ ക്യാരക്ടറിസ്റ്റിക് പഠിക്കാം. ദ കർവ് റെപ്രസെൻറ്റിംഗ് ടി ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക്കൽ അബൌട്ട് ടി ഈക്വൽ ടു 0. നമ്മൾ പറഞ്ഞ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണ്, അതുപോലെ ടി ഡിസ്ട്രിബ്യൂഷനും സിമെട്രിക് ആണ്. സിമെട്രിക് അബൌട്ട് 0 ആണ് എന്ന് വെച്ചാൽ മീൻ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടി ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് 0 ആണ്. ദ ടി കർവ് ഈസ് യൂണി മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു മോഡേ ഉള്ളൂ. ദ മോഡ് ഓഫ് ടി കർവ് ഈസ് 0. That is at t equal to 0 it has the maximum probability. മോഡ് എന്ന് പറയുന്നത് 0 ആണ്. The mean of the t distribution is 0. All odd central moments are 0. Odd central moments എന്ന് വെച്ചാൽ μ1 μ3 μ5 ഒക്കെ 0 ആയിരിക്കും. The even central moments are given by അതിൻ്റെ ഇക്വേഷൻ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ പല ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലുള്ള കർവിൻ്റെ ഫോമാണ് കൊടുത്തിട്ടുള്ളത്. For each different number of degrees of freedom, there is a distribution of T. Accordingly, T distribution is not a single distribution but a family of distribution. എന്ന് വെച്ചാൽ ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ കർവ്സ് ആണ്. ദ MGF ഡസ് നോട്ട് എക്സ് ടി ഡിസ്ട്രിബ്യൂഷൻ MGF എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി പഠിക്കാനുള്ളത് അടുത്തത് എഫ് ഡിസ്ട്രിബ്യൂഷനാണ്. എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് 2 chi-square ഡിസ്ട്രിബ്യൂഷനാണ്. ഇപ്പോൾ യുവും വിയും 2 ഇൻഡിപെൻഡൻറ്റ് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 ആൻഡ് n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ u/n1 ഡിവൈഡഡ് ബൈ v/n1 ഇത് ഫോളോ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എഫ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നാണ് പറയുക. എഫിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനാണ് കൊടുത്തേക്കുന്നത്, അത് പഠിക്കാം. ദ മീൻ ഓഫ് എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് n2/n2 ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ് n2/n2 വേരിയൻസ് ഓഫ് എഫ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എഫ് ഫോളോ എഫ് ഓഫ് n1 n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ 1/f ഫോളോ ചെയ്യുന്നത് എഫ് ഓഫ് n2 n1 ആയിരിക്കും. അങ്ങോട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ഇതാണ് ഈ 3 ഡിസ്ട്രിബ്യൂഷൻ. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് മെയിൻലി പറയുന്നത് chi-square ഡിസ്ട്രിബ്യൂഷൻ, ടി ഡിസ്ട്രിബ്യൂഷൻ, എഫ് ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾ ഡെൻസിറ്റി ഫംഗ്ഷൻ പഠിക്കാം, ഓരോന്നിൻ്റെ സ്റ്റാറ്റിസ്റ്റിക് ഏതാണെന്ന് പഠിക്കുക, മീന് വേരിയൻസ് പഠിക്കാം. പിന്നെ ദ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടി chi-square ആൻഡ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. ഈ 3 ഡിസ്ട്രിബ്യൂഷനും ഇൻ്റർ റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ദ സ്ക്വയർ ഓഫ് ടി വേരിയേറ്റ് വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് എഫ് ഓഫ് 1n. ടി ഡിസ്ട്രിബ്യൂഷൻ്റെ ടി സ്ക്വയർ ആണ് എഫ് എന്നാണ് പറയുന്നത്. ടി ഡിസ്ട്രിബ്യൂഷനെ സ്ക്വയർ എടുത്താൽ അതെന്താവും എഫ് ഡിസ്ട്രിബ്യൂഷൻ ആവും. ദറ്റ് x1 x2 etc. xn be a random sample drawn from n mu sigma. We can consider the random observation IID random variables. Then x bar equal to 1/n summation xi, s square equal to 1/n summation xi minus x bar whole square. അങ്ങനെയാണെങ്കിൽ സെഡ് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n ഫോളോ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് നോർമലാണ്.
എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടി എന്ന് പറയുന്നത് എക്സ് ബൈ റൂട്ട് ഓഫ് വൈ ബൈ n-1 എന്ന് വെച്ചാൽ എക്സ് ഫോളോ ചെയ്യുന്ന n01, വൈ ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇത് നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ സ്ക്വയർ ഓഫ് n01 എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അതുപോലെ റൂട്ടിലുള്ളത് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് മാറി വരും. അപ്പോൾ മുകളിലതൊരു കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, താഴെയുള്ളത് കൈ സ്ക്വയർ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നത്, അതിൻ്റെ റേഷ്യോ ഫോളോ ചെയ്യുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1, n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. പിന്നെ എഫ് ഈസ് ദ റേഷ്യോ ഓഫ് ടു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണ്.